പകരം ഈ പറയുന്ന സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്തുള്ള ആ ഓഡിയോ ഇവർ മാറ്റി ഡബ് ചെയ്ത് ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേസ് ഈ പ്രതിക്ക് അനുകൂലമായിട്ട് എടോ ചുമ്മാ ഇളിച്ചോണ്ടിരിക്കാതെ ഒരു വരി കുട്ടി കുറങ്ങന്റെ കൂട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല നോക്ക്, ഇത് നമ്മളൊരു വിഷയം ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവന്റെ സ്വഭാവം ഇതാണ്, അയാളുടെ സ്വഭാവം തന്നെ ഇതാണ്. ഏത് ചർച്ചയ്ക്ക് വന്നാലും വെറുതെ മനുഷ്യരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഇരിക്കുക. ഒരു വരി കുട്ടിക്കിറങ്ങി എന്തിനാണ് നിങ്ങൾ അവരെ നോക്കുന്നത്? ഒരു സാധാരണഗതിയിലുള്ള ഒരു ചർച്ചയായിട്ട് ഇതിനെ കൊണ്ടുപോയ പോരെ? എന്താണ് വിചാരിച്ച് ഒരു സാറിനെ പിടിച്ച് എന്റെ മുമ്പിൽ എടുത്തു തരാം ശ്രീനികേഷ് അടിച്ചോട്ടെ പല്ലിയ പോലെയാണ്. അതങ്ങനെയല്ല. അഭിലാഷ് ബാക്കിയുള്ളവർക്ക് കൊടുത്ത സമയത്തിന്റെ പകുതി പോലും തരണ്ട, പക്ഷെ അഭിലാഷിന്റെ ചോദ്യത്തിന്റെ എത്രയെങ്കിലും സമയം തരണം. ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യരുത്. അയാളുടെ മുഖത്ത് നോക്കി കവാന്ന് വിളിക്കാൻ ഇരുന്നാണ്. പിന്നെ എനിക്ക് ഭാര്യയും കുട്ടിയും വീട്ടിലുണ്ട്, എനിക്ക് തിരിച്ചു പോകണം. ജയിലിൽ കിടന്നാ എന്റെ ശമ്പളം കിട്ടില്ല, എന്റെ വീട്ടുകാർക്ക് കഴിക്കാൻ ആഹാരം കിട്ടില്ല. അതുകൊണ്ടാണ് ചെയ്യാത്തത്. അഭിലാഷെ 30 സെക്കൻഡ് തരൂ. കഷ്ടമാണിത്. താങ്കൾ ഇതല്ലേ പറയുന്നത്, പിന്നെ എങ്ങനെയാണ് 30 സെക്കൻഡ്? കഷ്ടമാണിത്. 30 സെക്കൻഡ് തരൂ. എന്തായാലും ചീഫ് ജസ്റ്റിസ് ആരെയും വ്യക്തിഹത്യ ചെയ്യാൻ താങ്കളെ അനുവദിക്കില്ല. താങ്കൾ ഇനിയിപ്പോ ഏതൊക്കെ അന്താരാഷ്ട്ര ചാനലിൽ ചർച്ച നടത്തിയെന്ന് പറഞ്ഞാലും ആരെയും വ്യക്തിഹത്യ നടത്താനുള്ള അനുവാദം ഉണ്ടാകില്ല. എന്റെ സൂചിപ്പിച്ചല്ലോ റോഹിംഗ്യൻ കാര്യമാണ് എന്താണ് പറഞ്ഞത്. ചർച്ചയിൽ എന്തൊക്കെ നടക്കണം തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. തരത്തില്ല. എന്റെ അഭിലാഷെ ഒരു വരി പറയട്ടെ. പറയൂ. എന്റെ അഭിലാഷെ ഒരു വരി പറയട്ടെ. ഒന്നോ രണ്ടോ വരി പറഞ്ഞോളൂ. എന്റെ അഭിലാഷെ ഒരു വരി പറയാനുള്ള അവസരം തരൂ. ഞങ്ങളോട് ദേഷ്യം എവിടെയാണ്? പോരാടി തോറ്റുപോകും. ചിലപ്പം ഞങ്ങളെക്കാൾ വലിയ വലിയ ശക്തന്മാരാണ് അപ്പുറത്ത് നിൽക്കുന്നത്. പക്ഷെ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പോരാടി അവിടെ നിൽക്കും. ഒക്ടോബർ 16, 17 ഞാൻ അടക്കമുള്ളവർ കാണും. ഒന്നെങ്കിൽ ഞങ്ങളെ പോലീസ് പിടിച്ച് മാറ്റണം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങളെ നെഞ്ച് ചവിട്ടിയെ വിളിച്ച് ശബരിമല കയറും. ഹരിഹരസുതൻ ആനന്ദചിത്തൻ അയ്യപ്പ സ്വാമിയാണ് സത്യം. നെഞ്ചിലൊക്കെ നല്ല ഉറപ്പുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു ശ്രീ രാഹുൽ ഈശ്വർ. ശരിക്കും പറഞ്ഞു എന്താണ് ഈ സെക്സ് എന്ന് പോലും അറിയാത്ത ഒരു പ്രായത്തിലാണ് ഈ ഭീകരമായിട്ടുള്ള അറ്റാക്ക് ആ കുട്ടിക്കെതിരായിട്ട് ഉണ്ടായത്. ഇയാൾ എന്തുകൊണ്ട് ചെയ്തു? ആയിക്കോട്ടെ, അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. പക്ഷെ ഇത് കോടതിയിൽ ഉന്നയിച്ചിട്ട് കോടതി അത് പരിഗണിച്ചു പോലും ഇല്ലല്ലോ രാഹുലെ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? മനസ്സിലായോ? അല്ലാതെ മോശക്കാരി അല്ല. രാഹുലിന്റെ അച്ഛനാണോ സിദ്ദിഖ്? രാഹുലിന് എത്ര അച്ഛനുണ്ട്? അല്ല, ദിലീപ് അച്ഛൻ, സിദ്ദിഖ് അച്ഛൻ, മുകേഷ് അച്ഛൻ. ഇയാളെന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഇയാള് പറഞ്ഞു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ?